السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയതയും ആൾദൈവങ്ങളും എന്ന ടൈറ്റിലിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ തന്നെ മനസ്സിലാക്കുന്നത് പോലെ കൃത്യമായി സ്വയം ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതിന് പുറമെ സമകാലിക സമൂഹത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന പ്രസക്തി കൂടി ഈ വിഷയത്തിലുണ്ട്. നാടിന്റെ മുക്കുമൂലകളിൽ കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന ആൾദൈവങ്ങൾ, സിദ്ധന്മാർ കൊച്ചു കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദിവ്യാത്ഭുതം സംഭവിക്കുന്നത് പോലെ സാമ്പത്തിക രംഗത്തും അതുപോലെ അശ്ലീലതയുടെ രംഗത്തും വളരെയധികം മുന്നേറ്റം കുറിക്കുന്ന
ഒരുപാട് മുന്നിൽ പോകുന്ന, അവസാനം വലിയ വലിയ സാമ്രാജ്യങ്ങളിൽ കിരീടമില്ലാത്ത രാജാക്കന്മാരായി, പ്രഭുക്കന്മാരായി, സമൂഹത്തിലെ എണ്ണപ്പെടൽ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടും കേരള ജനത ഉത്ബുദ്ധരാകേണ്ടതിന്റെ ആവശ്യകത ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള സമൂഹം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ സംഘടന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായ ഈ സന്ദേശം മനസ്സുകളിലേക്ക് കൈമാറിയിരുന്നു എന്നതും ഈ വിഷയത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാനും സ്വയം തെരഞ്ഞെടുപ്പെടുവാനും കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് ആളുകൾക്ക് ഒരു പുതിയ ഫാഷൻ വിഷയം എന്ന നിലക്ക് ഈ വിഷയം മാറിയിട്ടുണ്ട് എങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞുപോയ നേതാക്കന്മാർ കല്ലേറും കൂക്കുവിളിയും പരിഹാസങ്ങളും അപഹാസങ്ങളും കേട്ടുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ച ഒരു വിഷയം കൂടിയാണ്. തികച്ചും അന്ധത ബാധിച്ച ആൾദൈവങ്ങളുടെ കീഴിൽ അണിനിരന്ന അന്ധത ബാധിച്ച ഒരു സമൂഹം ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കുവാനും പ്രകോപനപരമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ നേരിടുവാനും ഇല്ലായ്മ ചെയ്യുവാനും കാരണമായ ഒരു വിഷയം കൂടിയാണിത് എന്നത് ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും അനുസ്മരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയം ഇപ്പോൾ വിവാദമാകുമ്പോൾ ഓരോരുത്തരും ഒരു സ്വയം തിരിച്ചറിവിനും അപ്രകാരം തന്നെ സ്വന്തമായ ജീവിതത്തിൽ വരുത്തേണ്ട അനിവാര്യമായ മാറ്റത്തെക്കുറിച്ചും തന്റെ വിശ്വാസം എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെ സംബന്ധിച്ചും താൻ ആരാണ് എന്നതിനെ സംബന്ധിച്ചും സ്വയം ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പരിഗണന ലഭിച്ച ഒരു വിഭാഗമാണ്. ലോകത്തുള്ള ഇതര ജീവജാലങ്ങളെക്കാളെല്ലാം ഉപരിയായി മനുഷ്യന് പ്രത്യേകമായ സവിശേഷതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യോൽപത്തിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, മനുഷ്യന്റെ തുടക്കത്തെ സംബന്ധിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു വിഷയമുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്കത് കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു അദ്ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഭൂമിയിൽ ഞാൻ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. പ്രത്യേകമായ സവിശേഷതകളുള്ള ഒരു സമൂഹത്തെ ഭൂമിയിലേക്ക് നാം നിയോഗിക്കാൻ പോകുന്നു എന്ന് നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം.